ഏറ്റവും കാലിക പ്രസക്തമായ വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ക്രൈസ്തവ മഹാസമ്മേളനം. ഒരേ സമയം പല രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയും ദളിത് കത്തോലിക്ക മഹാസഭയുടെ സപ്തതി വർഷവും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സമ്മേളനം എന്നുള്ള നിലയിലും പുണ്യശ്ലോകനായ തേവറുപറമ്പിൽ കുഞ്ഞച്ചന്റെ തിരുസന്നിധിയിൽ ഈ രാമപുരത്തിന്റെ മണ്ണിൽ ഈ സമ്മേളനം ചേരുന്നു എന്നുള്ളതുമെല്ലാം ചേർത്ത് കണക്കാക്കുമ്പോൾ ഈ സമ്മേളനത്തെ ചരിത്രപരമായ ഒരു പ്രത്യേക സമ്മേളനമെന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉയർത്തപ്പെട്ട കാലിക പ്രസക്തമായ ഗൗരവതരമായ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഇവിടെ ദീപം തെളിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഉയർന്നിരിക്കുന്ന ആ വലിയ കാഹളത്തിന്റെ ഈ സമ്മേളനം ഉയർത്തുന്ന വലിയ ലക്ഷ്യങ്ങളുടെയും സന്ദേശങ്ങളുടെയും മാറ്റൊലി പ്രകമ്പനം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അങ്ങ് ഡൽഹി വരെ എത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഭരണഘടനാപരമായി ഓരോരുത്തർക്കും അവകാശപ്പെട്ട, നമുക്കൊക്കെ അർഹതപ്പെട്ട ന്യൂനപക്ഷ അവകാശങ്ങളുടെ ദംശനവും അതേപോലെ തന്നെ ദളിത് വിവേചനവും. ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ദളിത് സംവരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ദളിതർ എന്നുള്ള നിർവചനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യനീതിക്ക് ഘടകവിരുദ്ധമാണ് എന്നുള്ളത് പകലുപോലെ സത്യമായൊരു കാര്യമാണ്. അക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ വരെ അതിനനുസൃതമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അനുകൂലമായ തീരുമാനങ്ങളും നടപടികളും മാത്രം ഉണ്ടായിട്ടില്ല. അക്കാര്യത്തിൽ പലപ്പോഴും ഉന്നയിക്കപ്പെടുന്നത്, സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുകമറയാണ് ആരുടെയെങ്കിലും അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നു എന്നുള്ളത്. അതിന് രണ്ട് തലത്തിലുള്ള മറുപടികളാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഒന്ന്, ബഹുമാന്യനായ ജോസ് കെ മാണിയോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരുടെയെങ്കിലും അവകാശങ്ങളിൽ കടന്നു കയറാതെ തന്നെ ദളിത് ക്രൈസ്തവർക്കടക്കം ദളിത് സംവരണം, പട്ടികജാതി സംവരണം ലഭിക്കാൻ അർഹതയുണ്ട്. പട്ടികവർഗ സംവരണത്തിൽ അത് ഉറപ്പുവരുത്തപ്പെട്ടിട്ടുണ്ട്. ട്രൈബ് വിഭാഗത്തിന് അത് ഉറപ്പുവരുത്തപ്പെട്ടപ്പോൾ അതേ തത്തുല്യ സാഹചര്യവും തത്തുല്യ നിയമപരമായ അവസ്ഥയുമുള്ള SC വിഭാഗത്തിന് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള പ്രകടമായ ഒരു നീതി നിഷേധം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നാം ഏറ്റവും അധികം കാണേണ്ട ഒരു കാര്യം. അതിലുപരി ഇത് പ്രധാനമായും കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നതല്ല. ഈ ദളിത് സംവരണം ഇന്ത്യയാകെ വ്യാപകമായി ഒരേ രീതിയിൽ വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നത്. മാറി മാറി വന്ന കേരളത്തിലെ ഒരു ഗവൺമെന്റുകളും ഐകകണ്ഠ്യേന ഒരു ശുപാർശ സമർപ്പിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നിൽക്കുമ്പോൾ തന്നെ ഇത് പ്രധാനമായും കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലാണ് ഈ ആവശ്യം നമ്മൾ ഉന്നയിക്കേണ്ടതും ഉണർത്തിക്കേണ്ടതും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ നീതിയുടെ ഏറ്റവും നല്ല നിലയിലുള്ള പ്രാവർത്തികമാക്കലിന് നമ്മുടെ ഭരണഘടന, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നീതി, സാമൂഹ്യ നീതി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും ദുർബലരായ, സമൂഹത്തിന്റെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, പിന്നാമ്പുറത്ത് നിൽക്കുന്നവർക്ക് കൂടി അതിന്റെ ഗുണഫലവും അതിന്റെ പ്രയോജനവും അതിന്റെ സംരക്ഷണവും പരിരക്ഷയും ലഭിക്കുമ്പോഴാണ് ശരിയായ രീതിയിലുള്ള ഭരണഘടന ഉറപ്പുവരുത്തപ്പെടുന്ന തുല്യനീതിയും സാമൂഹ്യ നീതിയും ഈ സമൂഹത്തിൽ, രാജ്യത്ത് പുലരുന്നത് എന്ന്. അപ്പോ അങ്ങനെ പുലരുന്നില്ല എന്നുള്ള വലിയൊരു നീതി നിഷേധത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായി ഒരുമിച്ച് നിന്നുകൊണ്ട് മറ്റെല്ലാ താല്പര്യങ്ങൾക്കും, സ്ഥാപിതമായ താല്പര്യങ്ങൾക്കും അതീതമായി ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് അറിയാം,
പാല എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് തന്നെ ഇവിടെ സൂചിപ്പിച്ചു, എല്ലാ അർത്ഥത്തിലും സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ, വലിയ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വിരാജിച്ചവർ, എന്തിനേറെ ഈ രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റിനെ വരെ സമ്മാനിച്ച നാടാണ് പാല. അതുപോലെ തന്നെ കേരളത്തിലെ ഭരണതലത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മാണി സാറിനെ പോലെ ഒരാൾ നടന്നു നീങ്ങിയ നാടാണ് പാല. അപ്പൊ ഇവിടെ കൊളുത്തിവെച്ചൊരു കൈത്തിരി രാമപുരത്ത് തേവറുപറമ്പിൽ കുഞ്ഞച്ചന്റെ പരിപാവനമായ കല്ലറ സ്ഥിതി ചെയ്യുന്ന ഇവിടെ കൊളുത്തിവെച്ച ഒരു തിരിയിൽ നിന്നും ഉത്ഭൂതമാകുന്ന ആ വലിയ ഒരാവശ്യം തീർച്ചയായും അങ്ങ് ഡൽഹിയിലേക്ക് എത്തിക്കാനും നേടിയെടുക്കാനും നമുക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി മാത്രം പരാമർശിച്ച് ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ എന്റെ പ്രസംഗം 3 മിനിറ്റാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ അത് കഴിഞ്ഞോ എന്ന് ഞാൻ സംശയിക്കുക. ഒരു കാര്യം കൂടി നമുക്കറിയാം, മുനമ്പത്ത് വലിയ പ്രതിസന്ധി നേരിടുന്ന 600-ൽ പരം കുടുംബങ്ങൾ. നമ്മളെല്ലാവരും ആ കുടുംബത്തോടൊപ്പം തന്നെയാണ്. ആദ്യമായി ഒരു രാഷ്ട്രീയ നേതാവോടെ കടന്നു ചെന്ന് ഐക്യദാർഢ്യവും പിന്തുണയും അറിയിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണി MP ആണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 22-ാം തീയതി അത് സംബന്ധിച്ച് യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ അക്കാര്യത്തിൽ അവരുടെ പൂർണ്ണമായ അവകാശം, അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമി അവർക്ക് എല്ലാ അവകാശ അധികാരങ്ങളോടും കൂടി, അബ്സല്യൂട്ട് റൈറ്റോടുകൂടി അവർക്ക് കൈകാര്യം ചെയ്യാൻ അവകാശം ഉറപ്പുവരുത്തപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിയമസഭയിൽ ഞാനും ബഹുമാനായ ഇവിടെ സന്നിഹിതനായിരുന്ന മോൻ ജോസഫ് അടക്കമുള്ള MLA-മാർ, ഇവിടെ വരാതിരുന്ന മാണി സി കാപ്പൻ MLA അടക്കം ഞങ്ങൾ എല്ലാവരും പിന്തുണച്ച ഒരു പ്രമേയത്തെ സംബന്ധിച്ചുള്ള പരാമർശം നമ്മുടെ മാധ്യമങ്ങളിലടക്കം എല്ലായിടത്തുമുണ്ട്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ മോൻ ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിഷയമടക്കം ഉയർന്നു വരുന്നതിന് മുമ്പാണ്. അതിലുപരി ഇത് രണ്ടിലും അടങ്ങിയിട്ടുള്ളത് ഒരേ കാര്യമല്ല. അവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ അവകാശങ്ങളിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നു എന്നുള്ള ആക്ഷേപം അതെല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ഓരോ തലത്തിലും ഓരോ ഘട്ടത്തിലും അതിനെതിരായിട്ടുള്ള ഒരു കാര്യം വന്നപ്പോൾ ആ നിലയിലുള്ള ഒരു പ്രമേയം പാസാക്കി എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരേ വിഷയവും ഒരേ ഇത് അല്ല എന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത്. അതായത് മുനമ്പത്തെ അടക്കമുള്ള ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ടാവും എന്നുള്ളതാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ പ്രസക്തമായ ഈ സമ്മേളനം ഏറ്റവും വിജയകരമായ നിലയിൽ സംഘാടക മികവിന്റെ സാക്ഷ്യപത്രമായി സംഘടിപ്പിച്ച ഇതിന്റെ രാമപുരം ഇടവകയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട വികാരിച്ചൻ അടക്കമുള്ള മുഴുവൻ സംഘാടകരെയും DCMS-ന്റെ പാലാ രൂപതയെ കമ്മിറ്റിയെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതിനെല്ലാം വലിയ മാർഗനിർദ്ദേശവും നേതൃത്വവും നൽകുന്ന അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിന്റെയും എല്ലാം ആ വലിയ പ്രവർത്തനത്തെ വലിയ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾക്കും ഐക്യദാർഢ്യവും പിന്തുണയും അറിയിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.